ഇപ്പം ജോമോൻ ചേട്ടനാണെങ്കിൽ ഒരുപാട് സിനിമകളിലൊക്കെ നല്ല നല്ല ഭാഗമായി ഒരുപാട് നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്തു. അപ്പൊ എത്രത്തോളം പ്രൗഡാണ് മോനെ ഓർക്കുമ്പോ? ഒരുപാട് ഒരുപാട് പ്രൗഡാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രൗഡാണ്. സന്തോഷാണ്. സന്തോഷം. അമ്മ ഭയങ്കര ടെൻഷനില്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കാണെങ്കിൽ കുറച്ചു കാലം മുന്നോട്ട് പോവാം. 1993 ജോമോൻ ചേട്ടനെ കിട്ടുന്നത്. അപ്പം എന്താ പറയാ, ആ ഒരു ചെറുപ്പം കുട്ടിക്കാലം അതൊക്കെ ഓർക്കുമ്പോ അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് മനസ്സിലേക്ക്? അതെ, അവന്റെ കുട്ടിക്കാലം എന്റെ വീട്ടിലായിരുന്നു കൂടുതലും എന്റെ വീട്ടിലായിരുന്നു. എന്റെ കുടുംബ വീട്ടില് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പൊ അവിടെ ഓണം എന്നൊക്കെ പറയുമ്പോഴത്തന്നെ എനിക്ക് അവന്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരണം. അവന് വല്യമ്മാച്ച ഉണ്ടായിരുന്നു. അപ്പൊ ആ വല്യമ്മാച്ച എല്ലാ വർഷവും ഓണത്തിന് പൂക്കളം ഇടും. എന്നിട്ട് എല്ലാ പരിപാടിയും വീട്ടിൽ വെച്ച് തന്നെ നടത്തും. അമ്പെയ്ത്ത്, അമ്മച്ചിമാര് നാരങ്ങ സ്പൂണിൽ കൊണ്ടുപോണത്, അതങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്യുമായിരുന്നു. അപ്പൊ അതിലെല്ലാം ഇവനും ഉണ്ട്. അങ്ങനെ അവന്റെ കുട്ടിക്കാലം ഇതൊക്കെയാണ്. നല്ല രസമായിരുന്നു. അവന് എല്ലാ ആഘോഷങ്ങളാക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ സെപ്പറേറ്റ് ഒക്കെ ആയപ്പം അതൊക്കെ ഒന്ന് കുറഞ്ഞു. എൻ്റെ കുടുംബവും എല്ലാവരും അമ്മച്ചന്മാരും എല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ ഭയങ്കര ഇതായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും അവൻ്റെ അപ്പച്ചിമാരും എല്ലാവരും ഒക്കെ വരെയും പോവുകയും നല്ല ഇതായിരുന്നു. ഇപ്പോൾ കുടുംബം വേറെ വേറെ ആയപ്പോൾ എനിക്കത് ഇതുവല്ലായിരുന്നു. ജോമോൻ ആരാ പേരിട്ടെ? ജോമോൻ എന്ന് പേരിട്ട അവൻ്റെ പപ്പ. ആ ഒരു പേരിന് എന്തെങ്കിലും അർത്ഥം അങ്ങനെ എന്തെങ്കിലും കാരണം ഇട്ടതാണോ? അങ്ങനെ അച്ഛന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ജ്യോതിർന്നല്ലേ, അങ്ങനെ ഇട്ട പേരാണ്. ഓക്കെ, അപ്പൊ ഞാനും ഇട്ട ഒരു പേര്, പക്ഷെ അത് ഞാൻ ഇട്ട പേര് അലൻ എന്നായിരുന്നു. അലൻ. പക്ഷെ അത് ജോറിന് ഇഷ്ടമല്ല, പപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ജോറിന്റെ പപ്പ ഇട്ടതാണ് ജോമോൻ ജോലി. ഓക്കെ. അപ്പൊ ഈ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. 2-3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ അമ്മോട് ചോദിക്കട്ടെ, എത്ര കൊടുത്താലും ജോമോൻ ചേട്ടൻ വേണ്ടാന്ന് പറയാത്ത ഒരു ഫുഡ്? അവന് നാടൻ ഫുഡ്. അല്ല, അമ്മ ഉണ്ടാക്കുന്നത് ചോറും നല്ല ചൂരക്കറി, പുളിശ്ശേരിയും ഇച്ചിരി മരച്ചീനി. അത്ര മരച്ചീനിയാ? ചീനി കപ്പയല്ലേ? അതാണ് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം. അത് അവിടെ നിന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ എൻ്റെ അടുത്ത് പറയാം, അമ്മ ഇത് വേണേ എനിക്ക്, അത് വെച്ച് അത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷവും. അപ്പൊ ചേട്ടന്റെ ചെറുപ്പത്തിലേക്കൊക്കെ പോകുമ്പം നമുക്ക് ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ ചോറ്റുപാത്രത്തിൽ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വെക്കുമല്ലോ. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു അമ്മ ഇങ്ങനെ പൊതിഞ്ഞ് തന്നു വിടുന്ന ഒരു ഇതെന്തായിരിക്കും? അമ്മയുടെ ചമ്മന്തി, നല്ല എരിവുള്ള ചമ്മന്തി. പിന്നെ അധികം അരഞ്ഞു കാണത്തില്ല, അധികം അരഞ്ഞ മഷി പോലല്ല, എരിവുള്ള ഒരു ചമ്മന്തി. അതും പിന്നെ എന്തെങ്കിലും വീട്ടിന്റെ അവിടെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് തരും. നാടൻ ഫുഡാണ് അവന് ഏറ്റവും ഇഷ്ടം. കൂടുതൽ ഇഷ്ടം മുട്ട പൊരിച്ചത്, ചമ്മന്തി, ഇതേ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടം. ഇപ്പോഴും നാടൻ ഫുഡിനോട് തന്നെയാണല്ലോ ഇഷ്ടം. ചേട്ടൻ കുക്ക് ചെയ്യോ? ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇപ്പൊ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചിക്കൻ വെക്കും, ബിരിയാണി വെച്ച് തരും. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ അവൻ തന്നെയാണ് എല്ലാം. അല്ല വേറെ മീൻകറി അങ്ങനെയൊന്നും വെക്കാറില്ല. ചിക്കന്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വെക്കും. പക്ഷെ നല്ല രുചിയാണ് കേട്ടോ. ചേട്ടൻ ഉണ്ടാക്കുന്നതിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഈ ചിക്കൻ കറി തന്നെ, അതേ ഉണ്ടാക്കൂ, വേറെ ഒന്നും ഉണ്ടാക്കും അറിഞ്ഞൂടാ. ഈ ഒരു ചിക്കൻ ഇതെങ്ങനെ പഠിച്ചെന്നറിയാൻ വയ്യ. നല്ല രുചിയാണ്. ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കണേനേക്കാളും നല്ലതായിട്ട് എങ്ങനെയാ പഠിച്ചേ? ചുമ്മാ വേറെ സമയം ഉണ്ടായിരുന്നല്ലോ, മുമ്പ് കുറെ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് യൂട്യൂബ് നോക്കി ചെയ്യും. അടുത്ത ചേട്ടന്റെ അടുത്താണ്. അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുഴപ്പിച്ചല്ലോ എന്നൊക്കെ. 1974. 74 ജൂലൈ അല്ല, അതായിട്ട് ഓർമ്മയില്ല. ഫെബ്രുവരി 28. ഓക്കെ. അപ്പൊ ഇപ്പോഴൊക്കെ ഒരു ഓണത്തിന്റെ ഒരു സമയമാണ് അല്ലേ? അതെന്താണ് നിങ്ങളുടെ ഒരു ഓണവിശേഷങ്ങളും ഓണത്തിന്റെ? ബന്ധുക്കളുടെ വീട്ടിൽ പോവാന്നുള്ള. നമ്മളിവിടെ നമ്മുടെ നാട്ടില് മുമ്പ് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പരിപാടികളൊന്നും ഇല്ല. എല്ലാരും ഒരുപാട് നാളെക്കാലം കൂടുതൽ പരിപാടികൾ ഫോണിലുണ്ട്, ടിവിയിലുണ്ട്. ആൾക്കാർ അതിലോട്ട് ഇവൻ പണ്ട് അത്തപ്പൂ ഇടുമ്പോ കൊച്ചായിരുന്നു, ഇത്രയേ ഉള്ളായിരുന്നേ. നല്ല കനവും നല്ല ഇതൊക്കെ ആയിരുന്നു, നല്ല സൈസുള്ള കുട്ടിയായിരുന്നു.
അപ്പൊ ഇവ റോഡരിവിനാണ് നമ്മളെ വീട്. അപ്പൊ ഇങ്ങനെ അത്ത ഇട്ട് നല്ല ഇതായിട്ട് വെക്കും. അവിടെ ഇരിക്കും അവൻ. അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിപ്പോഴും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് ചിലപ്പോ ഈ മാമന്മാരെല്ലാരും കൂടെ ഉത്രാടമൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മാച്ചന്മാരോടെ വെട്ടിയൊക്കെ വെച്ച് അതിലേ പോണവരൊക്കെ അതിൽ പൈസ ഇടും. ഇവനെ മുമ്പിട്ട് നിർത്തിയേക്കും. കാരണം എന്തെന്നറിയാം, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, പിന്നെ കാണണതേ ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ അവനെ നിർത്തുമ്പോൾ അത് നല്ല രസമായിരുന്നു. പിന്നെ തോലുപാടം കെട്ടക്കവും അങ്ങനെയൊക്കെ നല്ല പരിപാടി. ബന്ധുക്കൾ അമ്മയുടെ വീട്ടിൽ പോകുന്നതായിരുന്നു എന്റെ ഓണം, എന്റെ ഓർമ്മയിലുള്ള ഓണം. അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത്. പുള്ളിക്കാരത്തി 10 ദിവസം മുമ്പേ ഓരോ പലഹാരങ്ങള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചില ദിവസം പോകുമ്പോ അച്ചപ്പം. പലഹാരം എന്താ? എനിക്ക് ആലങ്ങ ഇഷ്ടം. ചെറിയ ആലങ്ങ മനസ്സിലാവുന്നില്ല. ചെറിയ ഒരു പലഹാരമാണ്, ചെറുതാണ്. ചിപ്സ് ആണോ? ചിപ്സ് അല്ല, ഉരുണ്ടിരിക്കും. ശർക്കരയും അരിപ്പൊടിയൊക്കെ വെച്ച് ഏലക്കൊക്കെ ഇട്ടുണ്ടാക്കണ മുന്തിരിക്കൊത്ത് ആലങ്ങ. ചെറിയൊരു പലഹാരമാണ്. മറ്റേ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ അങ്ങനെയാണ് പറയണല്ലേ. അല്ല, ഞാൻ ഉദ്ദേശിച്ച ചെറിയ റൗണ്ട് പോലൊരു സാധനമുണ്ട്, ആലങ്ങ. അങ്ങനെ ഞാൻ കേട്ടു വളർന്നതാ. ഒരു ചെറിയ എത്രേ ഉള്ളൂ. കളിയുടക്കിയെന്ന് പറയും, കളിയുടക്കിയെന്നും പറയും അതിനെ. മുത്തശ്ശേരി പറയണ കളിയുടക്കിയെന്ന്, നമ്മള് ആലങ്ങയെന്നാണ് പറയുന്നത്. അതിഷ്ടമാണ്. അപ്പൊ 10 ജാതി ഉണ്ടാക്കും. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേട്ടൻ ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ടാവുമല്ലോ ഓണത്തിന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു ഫേവറേറ്റ് മെമ്മറി എന്തായിരിക്കും? എന്റെ അങ്കിൾ ഉണ്ട്, മറ്റേ അമ്മയുടെ മൂത്ത സഹോദരൻ. അപ്പൊ പുള്ളിക്കാരനാണ് ഓണം പരിപാടിയിൽ, പുള്ളിക്കാരന്റെ ബർത്ത്ഡേ വരുന്നത് എനിക്കൊന്ന് ഉത്രാടത്തിന്റെ അന്നാണെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിയുടെ കൂടെയുള്ള ഓണം അതാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ ഓരോ പരിപാടികളുണ്ടാവും. ഈ പറഞ്ഞ കണക്ക് നാരങ്ങ ചുണ്ടിലൊക്കെ വെച്ചുകൊണ്ട് ഓടുന്ന പരിപാടികൾ, അങ്ങനത്തെ കുറെ കളികളുണ്ടാവും. അതിലൊക്കെ പങ്കെടുക്കുന്നതും പിന്നെ വടംവലി വലിക്കുന്ന സമയത്ത് കുറെ ചേട്ടന്മാരെ മുണ്ടൊക്കെ ഉരിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ അത് കണ്ടിട്ട് അവരെ കളിയാക്കുന്നത്, ഇതൊക്കെ തന്നെ ഫൺ. ഇപ്പൊന്നുമില്ല, ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നു. പിന്നെ അത്തത്തിൽ വെക്കുന്ന പലഹാരങ്ങള് നമ്മൾ ചെയ്ത് ഓരോന്നായിട്ട് എടുക്കണം. അങ്ങനെ അതിൽ ഇവനും ഒക്കെ ചേരുവോ? കൊച്ചാണെങ്കിലും ചെറിയ കളികൾ ഇപ്പൊന്നും അതൊന്നുമില്ല. ഇപ്പൊ അതൊന്നുമില്ല. അതൊന്നും കാണാനേ ഒന്നും മനസ്സിലാവാതിരിക്കുന്നു. ഓക്കെ, അടുത്തത് അമ്മയുടെ അടുത്താണ്. അമ്മ ഇപ്പം ജോമോൻ ചേട്ടനാണെങ്കിൽ ഇപ്പൊ സിനിമയില് ആണല്ലോ. ഇപ്പം സിനിമ അല്ലാണ്ട് ജോമോൻ ചേട്ടന് വേറെ ഏത് ജോലി ചെയ്യണം? ഇപ്പം സിനിമയിൽ വരുന്നതിന് മുന്നേ ഇപ്പം സിനിമ നടന്നില്ലെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്യണം എന്നായിരുന്നു അമ്മേന്റെ ആഗ്രഹം? ഗൾഫിലോട്ട് പോവാനായിട്ട് ഒരുപാട് നമ്മൾ പറഞ്ഞെങ്കിലും അവനത് താല്പര്യമില്ലായിരുന്നു. നമ്മൾ പറഞ്ഞു അവന് അവൻ 10ാം ക്ലാസ് ടീച്ചർ എന്താവണോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ മാത്രമാണ് നടനാവണോന്ന് പറഞ്ഞു. അപ്പോഴ് ഇവന്റെ കൂട്ടുകാർ തന്നെ ഇവനെ കളിയാക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, കൊച്ചിലല്ല. അപ്പൊ കളിയാക്കി, പിന്നെ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അത് ഇവൻ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളൂ, അവന് ഓർമ്മ കാണൂല. അങ്ങനെ കളിയാക്കി, പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇവന് അന്നേ ആഗ്രഹം ഇതാണ്, അതെനിക്കറിയാം. അങ്ങനെയാണ്. അല്ലാതെ വേറെ ജോലിനെ പറ്റി അവൻ ചിന്തിച്ചിട്ടില്ല. ഗൾഫിൽ പോകണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ എന്തിനു നിർത്തിയിരിക്കണ കൊച്ചിന് അങ്ങ് ഗൾഫിൽ പറഞ്ഞു. പക്ഷെ വീട്ടിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ അവൻ നോക്കിയിട്ടുണ്ട്. കാരണം അവന് 10-20 വയസ്സ് കഴിഞ്ഞ ശേഷം അവൻ ഈ ജോലി ചെയ്ത് തന്നെയാണ് അവൻ കൊണ്ടുതരും. അത് അവന് ഭയങ്കര വിഷമമാണ്. അങ്ങനെ കൊണ്ടു തന്നില്ലെങ്കിൽ ഓരോരുത്തർ ചോദിക്കും ഇവൻ എന്തിനിങ്ങനെ നിർത്തിയിരിക്കണം, പറഞ്ഞേച്ചൂടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൻ നോക്കും. ചെറുതിലേ തൊട്ട് 20 വയസ്സായപ്പോൾ തൊട്ടേ നോക്കും. എന്നുവെച്ചാൽ അവന് വേറെ ജോലിക്ക് പോകരുത്, അവൻ്റെ ആഗ്രഹം ഇതാണ്. അതിലോട്ട് എത്തിക്കാൻ വേണ്ടി അവൻ ഒരുപാട് ശ്രമിച്ച് അതവിടെ എത്തി. അവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കും ദൈവം അവന് അങ്ങനെ ഒരു വഴി തുറന്നു കൊടുത്തത്.